ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വവ്വാലുകളെ പറ്റിയാണ്. ശരിയായ പറക്കൽ ശേഷിയുള്ള ഒരേയൊരു സസ്തനി ജീവിയാണ് വവ്വാലുകൾ. കെയറോപ്റ്റെറ വംശത്തിൽപ്പെട്ടവരാണ് വവ്വാലുകൾ. മൂഷിക വംശം കഴിഞ്ഞാൽ ഏറ്റവും വൈവിധ്യമേറിയ സസ്തനി വംശമാണ് വവ്വാലുകളുടേത്. 1240 വ്യത്യസ്ത ഇനം വവ്വാലുകൾ ഉണ്ട്. ഇവയിൽ വലിയ ഇനങ്ങൾ പഴങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കുന്നവയും ചെറിയ ഇനങ്ങൾ പ്രാണികളെ ഭക്ഷിച്ച് ജീവിക്കുന്നവയും ആണ്. അമേരിക്കൻ ഭൂപ്രദേശത്ത് കാണുന്ന വാമ്പീർ വവ്വാലുകൾ മനുഷ്യനടക്കം മറ്റ് സസ്തനികളുടെ രക്തം ഊറ്റിക്കുടിച്ചാണ് ജീവിക്കുന്നത്. ഇത് കാരണം വവ്വാലുകളെ കുറിച്ച് ധാരാളം അന്ധവിശ്വാസങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് കാണുന്നുണ്ട്. സാഹിത്യത്തിലും ചലച്ചിത്രങ്ങളിലും വവ്വാലുകളെ വളരെ ഭയാനകമായി ചിത്രീകരിക്കാറുണ്ട്. ഡ്രാക്കുള, യക്ഷി തുടങ്ങിയവ വവ്വാലുകളായി പറന്നു ചെന്ന് മനുഷ്യരെ കൊല്ലുന്ന നിരവധി സിനിമകൾ ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ ഒഴികെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വലുപ്പത്തിലും നിറത്തിലും തരത്തിലും വവ്വാലുകളെ കാണാൻ സാധിക്കും. കേരളത്തിൽ സാധാരണ കാണപ്പെടുന്ന വവ്വാൽ ചില ഭാഗങ്ങളിൽ വാവൽ, കടവാതിൽ, നരിച്ചീറ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. വലിയ ഇനങ്ങളെ പാറാട എന്നും വിളിക്കാറുണ്ട്. ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന അസംഖ്യം ജീവികളിൽ പല വവ്വാൽ സ്പീഷീസുകളും ഉൾപ്പെടുന്നു. വവ്വാലുകൾ പ്രസവിക്കുന്ന സസ്തനികളാണ്. ദിനന്തക പഠനങ്ങൾ അവയിൽ ഹിംസമൃഗങ്ങളും കാരികളും തിമിംഗിലങ്ങളും മറ്റും ഉൾപ്പെടുന്ന ലോറേഷ്യ തേരിയ സൂപ്പർ ഓർഡറിൽ ആണ് ഉൾപ്പെടുത്തുന്നത്. വവ്വാലുകളുടെ ഫോസിൽ റെക്കോർഡ് അനുസരിച്ച് ആധുനിക വവ്വാൽ സ്പീഷീസുകളിൽ നിന്നും ആദിമ വവ്വാൽ സ്പീഷീസുകൾക്ക് എല്ലാ വിരലുകളിലും കൂർത്ത നഖങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മരത്തിൽ നിന്നും മരത്തിലേക്ക് ഗ്ലൈഡ് ചെയ്യാൻ പറ്റിയ നീളം കൂടിയ കാലുകളും ഉണ്ടായിരുന്ന സൂചനയാണ് ഫോസിലുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണയായി വവ്വാലുകൾ വലിയ മരങ്ങളിലാണ് കാണപ്പെടുന്നത്. എങ്കിലും വലിയ ഗുഹകൾ, പഴയ ആൾത്താമസമില്ലാത്ത വീടുകൾ, വലിയ കെട്ടിടങ്ങൾ, പാലങ്ങളുടെ അടിവശം, കെണികൾ എന്നിവിടങ്ങളിലും കാണാൻ സാധിക്കും. വവ്വാലുകളുടെ ശരീരം പൊതുവെ രോമത്താൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഓറഞ്ച്, ചാരം കലർന്ന വെള്ളയോ തവിട്ടോ നിറങ്ങൾ എന്നിവയാണ് പ്രധാന നിറങ്ങൾ. ഈ നിറങ്ങൾ പകൽ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും രാത്രികാലങ്ങളിൽ ഇര തേടുന്നതിനും സഹായിക്കുന്നു. കാഴ്ചശക്തി വളരെ കൂടുതലാണ്. എങ്കിലും ഇവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കില്ല. രാത്രിയിൽ ഇരയുടെ ആകൃതി, ചലനം എന്നിവ മനസ്സിലാക്കാൻ ഈ കാഴ്ച കൊണ്ട് വവ്വാലുകൾക്ക് കഴിയുന്നു. ഇത്രയും കാഴ്ചശക്തി ഉണ്ടെങ്കിലും വവ്വാലുകൾ മിക്കപ്പോഴും ആശയവിനിമയം നടത്തുന്നത് ശബ്ദവും മണവും കൊണ്ടാണ്. കുഞ്ഞുങ്ങളെയും താമസ സ്ഥലത്തെയും തിരിച്ചറിയുന്നത് മണം കൊണ്ടാണ്. മിക്കവാറും എല്ലാ തരം വവ്വാലുകളും പ്രത്യേക തരം സ്രവം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ മണമാണ് തിരിച്ചറിയുന്നതിനായി ഉപയോഗിക്കുന്നത്. ദീർഘനേരം പറക്കാൻ കഴിവുള്ള സസ്തനികളാണ് വവ്വാലുകൾ. പറക്കുവാനുള്ള അനുകൂല മാറ്റങ്ങളുടെ ഭാഗമായി ഇവയുടെ പിൻകാലുകൾ ശോഷിച്ചു. തന്മൂലം ശരീരഭാരം താങ്ങി നിർത്താനോ മുകളിലേക്ക് പറന്നു പോകാൻ തക്കവണ്ണം നിലത്ത് ഊന്നാനോ അവയുടെ ദുർബലമായ കാലുകൾക്ക് കഴിയില്ല. അതുകൊണ്ട് മരപ്പൊത്തുകളിൽ നിന്നോ മണ്ണിൽ നിന്നോ പറന്നുയരാൻ വവ്വാലുകൾക്ക് കഴിയില്ല. ഇത് മറികടക്കാനാണ് അവ മരച്ചില്ലകളിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നത്. പറക്കണമെന്ന് തോന്നുമ്പോൾ അവ മരത്തിൽ നിന്നുള്ള പിടിവിടുകയാണ് ചെയ്യുന്നത്. താഴെ വീഴുന്നതിന് മുൻപ് ചിറകടിച്ച് ശരീരം വായുവിൽ ഉയർത്തുകയും ചെയ്യുന്നു. ഇക്കോലൊക്കേഷൻ പ്രക്രിയ ഉപയോഗിച്ച് സഞ്ചാര പാതയിലെ തടസ്സങ്ങളും മറ്റും തിരിച്ചറിഞ്ഞാണ് വവ്വാലുകൾ സഞ്ചരിക്കുന്നത്. ഇപ്രകാരം ഇക്കോലൊക്കേഷൻ സംവിധാനം ഉപയോഗിക്കുന്ന ഷഡ്പാദഭോജികളായ വവ്വാലുകൾക്ക് ഇരയുടെ വലുപ്പം, ദൂരപരിധി, പറക്കുന്ന ഉയരം, ചലന വേഗത എന്നീ സൂക്ഷ്മ വിവരങ്ങൾ 99% കൃത്യതയോടെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇതിനായി ഇവ 30 കിലോ ഹെർട്സ് നിന്നും മുകളിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. പ്രതിധ്വനി ചെത്തുന്ന ശബ്ദതരംഗങ്ങൾ ഇതിലും ഉയർന്ന ആവൃത്തിയിൽ ഉള്ളവയാണ്. ആവൃത്തിയിൽ ഈ മാറ്റം ഉണ്ടാക്കുന്നത് ടോർഷണൽ ഷിഫ്റ്റ് എന്നറിയപ്പെടുന്നു. ഇരയുടെ സ്ഥാനം മില്ലി സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ശബ്ദതരംഗങ്ങളാണ് ഇവ തിരിച്ചറിയുന്നത്. അതിനുശേഷം ഇവ ആ ദിശയിലേക്ക് തന്നെ നീങ്ങുന്നു. ശബ്ദദൈർഘ്യവും ഇടവേളയും ഇരയോട് അടുക്കുംതോറും കുറയുന്നു. വവ്വാലുകളുടെ ചെവിയിൽ എത്തുന്ന ശബ്ദതരംഗങ്ങൾ ആന്തരകർണത്തിലെ ക്ലോക്കിയിലെ ബേസിലാ സ്ഥലത്തെ കമ്പനം ചെയ്യിക്കുകയും തലച്ചോറിലെ ഓഡിറ്ററി കോർട്ടക്സിലേക്ക് ഇവ നാഡീയ ആവേഗങ്ങളായി എത്തുകയും ചെയ്യുന്നു. ഡോപ്ലർ
ഷിഫ്റ്റഡ് കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഏരിയ എന്ന ഈ ഭാഗം ഉയർന്ന ആവൃത്തി ശബ്ദത്തിൻ്റെ ആവേഗങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. പരിസരത്തിൽ നിന്നുള്ള മറ്റ് ശബ്ദങ്ങളുമായി കൂട്ടിക്കുഴയാതെ ഇവയ്ക്ക് പ്രതിധ്വനി തിരിച്ചറിയാൻ കഴിയുന്നു. 500-ലേറെ തരം സസ്യങ്ങളിലെ പരാഗണത്തിന് വവ്വാലുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സാധാരണ കേരളത്തിൽ പരക്കെ കാണപ്പെടുന്ന വവ്വാൽ ഇനമാണ് നരിച്ചീറുകൾ. പ്രധാന ഭക്ഷണം ചെറിയ പ്രാണികൾ, പാറ്റ, വീട്ടിൽ എന്നിവയാണ്. അടുത്തത് കുറുമൂക്കൻ നരിച്ചീറാണ്. ഇവ സസ്യഭോജികളായ വവ്വാലിനമാണ്. തവിട്ട് നിറമാണ് ഇവയ്ക്കുള്ളത്. തവിട്ട് നിറത്തിൽ വിളറിയ വിരലുകളാണ് ഇവയുടെ പ്രത്യേകത. ചെവികൾക്ക് മങ്ങിയ നിറവുമാണ്. പേരയ്ക്ക, വാഴയിലെ തേൻ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ആഹാരം. വാഴകളിൽ പരാഗണം കൂടുതലായി നടക്കുന്നത് ഇത്തരം വവ്വാലുകൾ മുഖേനയാണ്. അടുത്തത് എലിവാലൻ നരിച്ചീറാണ്. ഇവയുടെ ചെറിയ നേർത്ത വാലുകൾ ചെറിയ ചുണ്ടരികളുടേത് പോലെയാണ്. ഇവയുടെ വയറ്റിന് ചാര നിറമാണ്. ഇവ വളരെ പതുക്കെ മാത്രമാണ് പറക്കാറുള്ളത്. ഇത്തരം നരിച്ചീറുകൾ കൂടുതലും ഗുഹകളിൽ വസിക്കുന്നവരാണ്. വരണ്ട പ്രദേശങ്ങളാണ് ഇവയ്ക്ക് ഇഷ്ടം. അടുത്തത് കുതിരലാടൻ നരിച്ചീർ വിഭാഗമാണ്. ഇവയുടെ മുഖത്തിന് കുതിരയുടെ മുഖഛായയാണ്. കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ മൂക്കിന് ചുറ്റും രോമങ്ങളാൽ അടയാളം കാണപ്പെടുന്നു. ഇവയെ കൂടുതലായും കാണപ്പെടുന്നത് വനപ്രദേശങ്ങളിൽ മരത്തിൻ്റെ ചില്ലകളിലാണ്. നവംബർ-ഡിസംബർ മാസങ്ങളിൽ ചെമ്പൻ നിറമായിരിക്കുന്ന ഇവയ്ക്ക് മറ്റ് സമയങ്ങളിൽ തവിട്ട് കലർന്ന ചാരനിറം ആണ് ഉണ്ടായിരിക്കുക. ഇവയുടെ പ്രധാന ആഹാരം ചെറിയ പ്രാണികൾ ആണ്. സാധാരണയായി പെൺവവ്വാലുകൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രസവിക്കുകയും ഒരു കുഞ്ഞ് മാത്രമേ പിറക്കുകയും ചെയ്യുന്നുള്ളൂ. കുഞ്ഞുങ്ങളെ ജനനത്തിന് ശേഷം അമ്മ വവ്വാൽ പാലൂട്ടി വളർത്തുന്നു. കുഞ്ഞ് ജനിക്കുമ്പോൾ വളരെ ചെറുതും സഹായകനുമാണ്. പക്ഷേ അമ്മയുടെ ശരീരത്തിൽ പിടിച്ചു തൂങ്ങി പാൽ കുടിക്കുന്നു. കുഞ്ഞ് വളർന്ന് ചിറകുകൾ ശക്തമായി പറക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് അവയ്ക്ക് സ്വതന്ത്രമായ ജീവിതം ആരംഭിക്കാൻ സാധിക്കുന്നത്. വവ്വാലുകളുടെ ആയുസ് ഇനത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ചെറിയ ഇനങ്ങൾ 5 മുതൽ 10 വർഷം വരെയും വലിയ ഇനങ്ങൾ 20 വർഷത്തിലധികവും ജീവിക്കും. ഗവേഷണ രേഖകൾ പ്രകാരം ചില ചെറിയ വവ്വാലുകൾ 30-40 വർഷം വരെ ജീവിച്ചിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.